أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد പ്രിയരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സന്തോഷവും ആഫിയത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ 177. ഇതിൽ സൂറത്തു തക്വീർ, അബസ സൂറത്തിന് ശേഷമുള്ള സൂറത്തു തക്വീർ ആണ് എടുക്കുന്നത്. അതിൻ്റെ തുടക്കം ഇത് ശംസു കുവ്വിറത്ത്. ഈ സൂറത്തു തക്വീറിനെ സംബന്ധിച്ച് അതിൽ പ്രതിപാദിക്കുന്ന വിഷയം ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് റസൂലിൻ്റെ വഹ്യ്, റിസാലത്ത്, പ്രവാചകത്വം, ഇതാണ് ഇതിലത്തെ വിഷയം. ഈ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത് വളരെ ഭീകരമായ ദിവസങ്ങളാണ്, സമയമാണ്. ആ ഭീകരമായ ദിവസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അലങ്കോലപ്പെടുന്ന സന്ദർഭം. ലാ യബ്ഖാ ശൈഉൻ ഇല്ലാ വഖദ് തബദ്ദല വതഗയ്യറ മിൻ ഹൗലി മാ യഹ്ദുസു ഫീ ദാലിക്കൽ യൗമിർ റഹീം. എല്ലാ വസ്തുക്കളും അലങ്കോലപ്പെടും എന്ന് പറഞ്ഞാൽ ആ വ്യത്യാസം വരും എല്ലാ കാര്യത്തിലും. ആകാശമായാലും ഭൂമിയായാലും പിന്നെ സൂര്യ ചന്ദ്രാദികളായ നക്ഷത്രങ്ങളായാലും എല്ലാതും അലങ്കോലപ്പെട്ട് അതിൻ്റെ ശരിയായ ഉപയോഗം, എന്തുപയോഗമാണോ നമ്മൾ ആസ്വദിച്ച് ജീവിച്ചിരുന്നതെങ്കിൽ അതെല്ലാം മാറി മറിയാം. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ സംഭവിക്കുക. ഖിയാമത്ത് നാള് എന്ന് പറയുന്ന യൗമുൽ ഖിയാമയിൽ അത്രയും ഭീകരമായ ദിവസമാണ്. പിന്നെ ഇതിൽ പറയുന്നത്, അപ്പം അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൻ്റെ തുടക്കത്തിൽ ഇദശംസു കുവ്വിറത്ത് എന്ന് പറയാം. സൂര്യന് അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് എല്ലാം അങ്ങനെ പ്രകാശിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണല്ലോ സൂര്യൻ നിലകൊള്ളുന്നത്. ആ പ്രകാശ നഷ്ടപ്പെട്ടുകൊണ്ട് ഇരുൾ മൂടുകയാണ്. അപ്പോൾ അതാണ് തുടക്കം. പിന്നെ ഈ സൂറത്തിൽ വഹീനെ സംബന്ധിച്ച് പറയുന്നത്, അല്ലാഹു തആല വഹയിറക്കിയത്, റസൂലിന് വഹയിറക്കി. എന്തിനു വേണ്ടിയാണ്? മനുഷ്യനെ ശിർക്കിൻ്റെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട്, ഇരുട്ടിൽ നിന്ന്, ഷിർക്കിൻ്റെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടുത്തി പ്രകാശത്തിൻ്റെ, അറിവ്, വിജ്ഞാനത്തിൻ്റെ പ്രകാശത്തിലേക്ക് മാറ്റി ആവാനും അതുപോലെ തന്നെ ഈമാനുള്ളവരായി ജീവിക്കുവാനും വേണ്ടിയുള്ളതാണ് വഹ്യ് അല്ലാഹു തആല ഇറക്കി കൊടുത്തതിൻ്റെ ഉദ്ദേശം. ഷിർക്കിൽ നിന്ന് അവരുടെ ഷിർക്കിലെ അവസ്ഥകൾ മാറ്റിയിട്ട് വിജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ വിശ്വാസമുള്ളവരായി ജീവിക്കുവാനും വേണ്ടിയിട്ടാണ് അല്ലാഹു തആല വഹി ഇറക്കിയിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം തന്നെ അതിൻ്റെ പേരിൽ, ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല പ്രവാചകന്മാരെ അയച്ചിട്ടുള്ളത്. പിന്നെ ഖുർആൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഖുർആൻ മൗഇദത്തും മിനല്ലാഹി ലിഇബാദിഹി. ഖുർആൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് അവൻ്റെ സൃഷ്ടികൾക്കുള്ള ഉപദേശങ്ങളാണ്, അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ആയത്തിൽ, ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒക്കെ ഷോർട്ടായിട്ടാണ്. ഇനി സൂറത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദ ശംസു കുവ്വിറത്ത് വഇദൻ നുജൂമു കദറത്ത് വഇദൽ ജിബാലു സുയ്യിറത്ത് വഇദൽ ജിബാലു സുയ്യിറത്ത് വഇദൽ ഇശാറു ഉത്തിലത്ത് വഇദൽ വുഹൂശു ഹുശിറത്ത്
വൈദൽ ബിഹാറു സുജ്ജിറത്ത് വൈദൻ നഫൂസു സുവ്വിജത്ത് വൈദൽ മൗദത്ത് സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുത്തിലത്ത് വൈദ സ്സുഹുഫു നുശിറത്ത്. 10 ആയത്തുകളാണ് ഇപ്പോൾ ഈ തക്വീർ സൂറത്തിൽ നിന്ന് ഞാൻ ഓതി വെച്ചത്. ഈ വീഡിയോയിൽ 10 ആയത്തുകളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. ഇദശംസു കുവ്വിറത്ത്. ഇദശംസു സൂര്യൻ, കുവ്വിറത്ത് അതിനെ ചുരുട്ടപ്പെടുമ്പോൾ. ഇദശംസു സൂര്യൻ, കുവ്വിറത്ത് അതിനെ ചുരുട്ടപ്പെടുമ്പോൾ. ചുരുട്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സൂര്യനെപ്പ് ചുരുട്ടാതെ വളരെയധികം നല്ല നിലയിൽ അതിനെ പ്രവർത്തിക്കാനുള്ള അവസരം നൽകിയിട്ടാണ് അള്ളാഹു അതിനെ സൂര്യനെ സൃഷ്ടിച്ച അന്ന് മുതൽക്ക് ഈ കാലം അത്രയും. ഖിയാമത്ത് കഴിഞ്ഞാൽ അത് പ്രവർത്തനരഹിതമായി അത് ചുരുട്ടപ്പെടുമ്പോൾ അതിൻ്റെ പ്രകാശം ഇല്ലാതാവുക. ഇങ്ങനൊരു സ്ഥിതിവിശേഷമാണ് വരുന്നത്. അത് ഖിയാമത്ത് നാളിൽ വരുന്ന കാര്യമാണ്. ലുഫത്ത് വ മുഹിയ ദൗഹ. അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയി, അതിനെ ചുരുട്ടപ്പെട്ടു. വഇദൻ നുജൂമു. നുജൂമ് എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങളാണ്. നജ്മ നക്ഷത്രം, നുജൂമ് നക്ഷത്രങ്ങൾ, ബഹുവചനമാണ് നുജൂമ് എന്ന് പറയുന്നത്. അപ്പൊ നക്ഷത്രങ്ങൾ ഇൻകതറത്ത് അതിങ്ങനെ കൊഴിഞ്ഞു വീഴുക. ആകാശത്തിൽ എവിടെയാണോ അതിൻ്റെ ബേസ് ഇപ്പോൾ നിലകൊള്ളുന്നത്, എവിടെയാണോ അവിടെ നിന്ന് അതിൻ്റെ പ്രകാശം നഷ്ടപ്പെട്ട് അത് ഇന്ന് ആകാശത്തേക്ക് നോക്കിയാൽ വളരെയധികം സൗന്ദര്യത്തോടു കൂടി ആകാശം സ്ഥിതി ചെയ്യുക. നല്ല കൗതുകത്തോടു കൂടി നോക്കുന്നവർക്ക് വളരെ കൗതുകമാണ്. അങ്ങനെയുള്ള ആ സ്ഥിതിവിശേഷം നഷ്ടപ്പെട്ട് ആ നക്ഷത്രത്തിൻ്റെ ആ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ട് ഇരുൾ മാത്രമായി അവശേഷിക്കുക. അങ്ങനെ ഇരുട്ടുള്ള ആ രാത്രിയാണല്ലോ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നത്. ഈ രാത്രി സമയത്തന്നെ അതിൻ്റെ പ്രകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് അത് പിന്നെ അതിൽ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഉതിർന്ന് വീഴുകയാണ്. എന്തൊരവസ്ഥയാണ്! ഇതന്നുജൂമ് മുൻകതറത്ത്. ആരും ഒരു മെയിൻ്റനൻസ് വർക്കും ചെയ്യാതെ അള്ളാഹു സൃഷ്ടിച്ച അന്ന് മുതൽക്ക് നിലകൊള്ളുന്ന വസ്തുക്കളാണ് സൂര്യനും ഈ നക്ഷത്രങ്ങളുമെല്ലാം. ഒരു മെയിൻ്റനൻസ് വർക്കിനും ആവശ്യമില്ല. ആകാശത്തിന് ഒരു മെയിൻ്റനൻസ് വർക്കും ആവശ്യമില്ല, നക്ഷത്രങ്ങൾക്കും ആവശ്യമില്ല. അങ്ങനെ സ്ഥിതി ചെയ്യുന്ന ആകാശവും നക്ഷത്രവും എല്ലാം, സൂര്യനും നക്ഷത്രവുമെല്ലാം സൂര്യൻ്റെ ആ പ്രവർത്തനം നഷ്ടപ്പെട്ട് ഇരുൾ മൂടിയ രംഗമായി തീരുക. നക്ഷത്രങ്ങളുടെ അതിൻ്റെ ബേസിൽ നിന്ന്, അത് നിലകൊള്ളുന്ന സ്ഥലത്ത് നിന്ന് അത് ഉതിർന്ന് താഴേക്ക് വീഴുക. അതാണ് ഇദൻ നുജൂം മുൻകതറത്തുന്നത്. തസാഖത്ത് മിൻ മവാദിഇഹാ വതനാസറത്ത്. അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അത് താഴേക്ക് വീഴുകയാണ്. അപ്പോൾ മൂന്നാമത്തെ ആയത്ത് ഇദൽ ജിബാലു സുയ്യിറത്ത്. പർവ്വതങ്ങൾ, ഇദൽ ജിബാൽ പർവ്വതങ്ങൾ സുയ്യിറത്ത് അതിൻ്റെ സ്ഥാനത്ത് നിന്ന് അത് ചലിച്ചുകൊണ്ട് അത് അവിടെ സ്ഥിതി ചെയ്യുന്ന ഒരു ഗുരുത്വാകർഷണ ശക്തി ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുക. അങ്ങനെ പർവ്വതം അവിടെ നിന്ന് പൊന്തും. പർവ്വതമായിട്ടല്ല പൊന്തുന്നത്, പർവ്വതം അങ്ങനെ ആയിത്തീരും. പർവ്വതത്തെ പർവ്വതത്തിൻ്റെ അല്ലെങ്കിൽ കുന്നുകളുടെ അവസ്ഥ പൊടിമണ്ണ് രൂപത്തിലാവും, പൊടിപടലമായി തീരും ആദ്യമായിട്ട്. എന്നിട്ട് അത് കാറ്റിന് ധൂളികളായിട്ട് പറക്കുക. അങ്ങനെയുള്ള ഒരവസ്ഥയാണ്. അതിനത് പർവ്വതത്തെ അടിജോടെ എടുത്തുകൊണ്ട് അത് ഇങ്ങനെ അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് നടക്കുകയല്ല. ആ അന്തരീക്ഷത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന വിധത്തിൽ അള്ളാഹു അതിനാക്കി തീർക്കും. അൽഖാരിയാത്തും അൽഖാരിയ വമാദറാക മൽഖാരിയ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് വതകൂനുൽ ജിബാലു കൽ ഇഹ്നിൽ മൻഫൂഷ്. പർവ്വതങ്ങളായിത്തീരും കടഞ്ഞ പഞ്ഞികൾ പോലെ. അപ്പം ആ പഞ്ഞി രൂപത്തിൽ പൊടിപടലങ്ങളാക്കി മാറ്റും. അത് കാറ്റിൽ
പൊടിപടങ്ങളായി അല്ലെങ്കിൽ കടഞ്ഞെടുത്ത പഞ്ഞി പോലെയായിട്ട് അത് രൂപപ്പെടും. അങ്ങനെയാണ് ഖിയാമത്ത് നാളിൽ പർവ്വതങ്ങൾക്കുള്ള അവസ്ഥ. ഇതിനെ സംബന്ധിച്ച് ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് അതിൻ്റെ ഗുരുത്വാകർഷണ ശക്തി നഷ്ടപ്പെടും. അപ്പോൾ അതുവരെ നഷ്ടപ്പെടാതെ ഇരുന്നത് എന്തുകൊണ്ടാണ്? അതുവരേക്കും നഷ്ടപ്പെട്ടിട്ടില്ല ഗുരുത്വാകർഷണ ശക്തി. അതിൻ്റെ ഗ്രാവിറ്റി നഷ്ടപ്പെടുമ്പോൾ പർവ്വതം അല്ലാതായിത്തീരുന്നു. അത് ഉള്ള സ്ഥാനത്ത് നിന്ന് ഇളകുന്നു. ഇതാണ് ചില മുഫസ്സിറുകൾ പറയുന്ന ആധുനിക മുഫസ്സിറുകളാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഏതായിരുന്നാലും അവിടെ നിന്ന് അവരും ഈ അതിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇളകിക്കൊണ്ട് അത് സഞ്ചരിക്കുമെന്ന് അവരും പറയുന്നുണ്ട്. പക്ഷെ ആ സഞ്ചരിക്കാനുണ്ടായ കാരണം ഗുരുത്വാകർഷണ ശക്തി നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നാണ് അവരുടെ വാദം. അതിന് കുഴപ്പമില്ല. കാരണം ഇതിൽ ജിബാലു സുയ്യിറത്ത് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. തക്കൂനുൽ ജിബാലു കൽഅഹ്നിൽ മംഫൂഷ്. വേറെ ആയത്തിൽ അൽ-ഖാരിഅത്ത് സൂറത്തിൽ തക്കൂനുൽ ജിബാലു പർവ്വതങ്ങൾ ആയിത്തീരും കൽഅഹ്നിൽ മംഫൂഷ്, കടഞ്ഞ പഞ്ഞികൾ പോലെ ആയിത്തീരും. ഈ നമ്മളിപ്പോൾ ഇതിൽ പറഞ്ഞത് ഇദൽ ജിബാലു സുയ്യിറത്ത്, പർവ്വതങ്ങളെ സഞ്ചരിക്കുന്ന രീതിയിലാവും പർവ്വതങ്ങൾ. ആ സ്ഥാനത്ത് നിന്ന് അത് ഇളകിക്കൊണ്ട് അത് സഞ്ചരിക്കുന്ന വിധത്തിലാവെന്ന് പറഞ്ഞാൽ ഈ പർവ്വതമായ രൂപത്തിൽ സഞ്ചരിക്കില്ല. അത് പർവ്വതമല്ലാതായിത്തീരുക, പടലങ്ങളായിത്തീരും. ഇപ്പോൾ ഭൂമി കുലുക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പിന്നെ ഉരുൾപൊട്ടി വരുമ്പോൾ അതിൽ എങ്ങനെയാണ് ആ മണ്ണും കല്ലും ഒക്കെ കൂടിച്ചേർന്നിട്ട് വരുന്നൊരു സന്ദർഭമാണ് ഉരുൾപൊട്ടലിൽ. അതുപോലുള്ള ഒരു സ്ഥിതിവിശേഷം പർവ്വതത്തിന് രൂപപ്പെടും. അങ്ങനെ രൂപപ്പെട്ട് അതെല്ലാം ഈ പൊടിപടലങ്ങളായി രൂപപ്പെടും. അങ്ങനെയാണ് യൗമൻ സയ്യിറുൽ ജിബാല വതറൽ ബാരിസത്തുൻ വഹശർനാഹും ഫലം നുഗാദിറ മിൻഹും അഹദ. ഇങ്ങനെയാണ് അൽ-കഹ്ഫ് സൂറത്തിൽ 47-ാമത്തെ ആയത്ത് പറയുന്നത്. യൗമൻ സയ്യിറുൽ ജിബാല, പർവ്വതങ്ങളെ നാം സഞ്ചരിപ്പിക്കും, നടത്തും. തറല്ലറുത, ഭൂമിയെ നിനക്ക് കാണാൻ ബാരിസത്തൻ വളരെ വ്യക്തമായിട്ട് വളരെ വെളിവായതായിട്ട് കാണാം. വഹശർനാഹും, അവരെ നാം ഒരുമിച്ച് കൂട്ടും. ഫലം നുഗാദിറ മിൻഹും, അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുകയില്ല. അഹദൻ, ആരെയും ഒഴിവാക്കില്ല. എല്ലാവരും ഹിസാബിന് വേണ്ടി അണിനിരക്കപ്പെടും. എല്ലാവരെയും ആ മഹ്ശറയിൽ ഹിസാബിന് വേണ്ടിയിട്ട്. എന്നിട്ടാണല്ലോ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, ഉദയൽ കിതാബ് ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാ ലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറൻ വലാ യസ്ലിമു റബ്ബുക അഹദ. ഇങ്ങനെ ആയത്ത് പറഞ്ഞിട്ടുണ്ട്. കിതാബുകൾ, കർമ്മരേഖകൾ അവിടെ എല്ലാം കാണിക്കപ്പെടും. അങ്ങനെ കാണിക്കപ്പെടുമ്പോൾ അവർ ചിന്തിക്കും, പേടിക്കും, അവർ എന്താണ് അതിലുള്ളത് എന്നുള്ളത്. അങ്ങനെ കർമ്മരേഖ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവർ വായിക്കുന്ന സമയത്ത് അവർ വിലപിച്ചു പോവുകയാണ്. എന്തെന്ന്? യാ വൈലത്തന, ഞങ്ങളുടെ നഷ്ടമേ, മാലിഹാദൽ കിതാബ്, ഈ കർമ്മരേഖയ്ക്ക് എന്ത് പറ്റി? ഇതിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഒന്നും ഒഴിവാക്കപ്പെട്ടു പോയില്ലല്ലോ. ഞാൻ ചെയ്ത ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളും എല്ലാം ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് വിലപിക്കുക. അപ്പം അങ്ങനെയുള്ള ഈ സന്ദർഭം നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് മുമ്പുള്ള വീഡിയോയിൽ. അതുപോലെ ഇവിടെ ഇപ്പം നമ്മൾ ഈ അൽ-കഹ്ഫ് സൂറത്തിൽ പറഞ്ഞ സയ്യിറുൽ ജിബാല, പർവ്വതത്തെ നാം സഞ്ചരിപ്പിക്കും, അതിൻ്റെ സ്ഥാനത്തുനിന്ന് എടുത്തുകൊണ്ട് അതിനെ നടത്തും, സഞ്ചരിപ്പിക്കും എന്ന് പറഞ്ഞു. അത് ഈ ആയത്തിനോട് തുല്യമായിട്ട് പറഞ്ഞാൽ ഞാൻ ഇദൽ ജിബാലു സുയ്യിറത്ത്, ഇപ്പം എടുക്കുന്ന സൂറത്തിൽ ഇദൽ ജിബാലു സുയ്യിറത്ത് എന്നുള്ളത് 3-ാമത്തെ ആയത്താണ്. അതിനോട് യോജിച്ച ആയത്ത് സാന്ദർഭികമായി ഇവിടെ വിവരിച്ചു എന്ന് മാത്രം. 4-ാമത്തെ ആയത്ത് പെയ്തുള്ള ഇഷാറു ഇത്തിലത്ത്. ഇഷാറ് എന്ന് പറഞ്ഞാൽ
ഒട്ടകങ്ങൾ, ഗർഭിണികളായ ഒട്ടകങ്ങൾ, മാസം തികഞ്ഞ ഗർഭമുള്ള ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രസവിക്കാൻ അടുത്തെത്തിയ ഒട്ടകങ്ങൾ. ഇത് അറബികൾക്ക് ഒരു വലിയൊരു സമ്പത്താണ്. ഈ ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെയല്ല, പ്രസവിക്കാരായ ഒട്ടകങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സമ്പത്തിൽ വർധനവുണ്ടാവുന്ന ഇതാണ് ഈ ഒട്ടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള അവസ്ഥയിൽ എത്തിയ ഒട്ടകങ്ങളെ അറബികൾ ഒഴിവാക്കി വിടില്ല, പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ പ്രസവിക്കാനായി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള ഒട്ടകങ്ങൾ ഒത്തിരത്ത് അവയെ അവഗണിക്കപ്പെടുകയാണ്. കാരണം എന്താ? ഈ ഖിയാമത്ത് നാളിൻ്റെ ഭീകരത അത്രയും വലുതാണ്. അങ്ങനെ ഇതുള്ള ഇഷാറൊത്തിരത്ത് ആ ഗർഭിണികളായ ഒട്ടകങ്ങളെ അവഗണിക്കപ്പെടുമ്പോൾ, ഇതന്നൗക്കുൽ ഹവാമിൽ, ഗർഭിണികളായ ഒട്ടകങ്ങൾ തുരിക്കത്ത് ഹംദ അശ്രദ്ധമായിട്ട് ഒഴിവാക്കപ്പെടുമ്പോൾ, ബിലാ റാഇൻ വലാ താലിബിൻ, അതിനെ മേയ്ക്കുന്ന ആളുകളൊന്നും അതിനെപ്പറ്റി ശ്രദ്ധിക്കില്ല. ഈ ഒട്ടകത്തെ പ്രത്യേകം പറഞ്ഞത് എന്താ? മിൻ കറായിമിൽ അംവാലിൽ അറബ്, അറബികളുടെ ഏറ്റവും വിശേഷപ്പെട്ട സമ്പത്താണ് ഏത് ഒട്ടകം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നൗക്ക് എന്ന് പറഞ്ഞു. ഇതുള്ള ഷാർ ഒഴുത്തിരത്ത്, ഇഷാർ എന്ന് പറഞ്ഞാൽ നൗക്ക്, ഒട്ടകങ്ങൾ, ഗർഭിണികളായ ഒട്ടകങ്ങളാണ് ഇഷാർ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ആയത്ത് കാട്ടുമൃഗങ്ങൾ തമ്മിൽ അങ്ങനെ ഒരുമിച്ച് കൂടി, കാട്ടിലായാലും മറ്റു സ്ഥലത്തായാലും ഒരുമിച്ച് കൂടി അങ്ങനെ ജീവിക്കുന്ന ഒരു ഘട്ടമില്ല. പക്ഷെ ഈ ദിവസം കാട്ടുമൃഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടുക, അവരവരുടെ മാളങ്ങളിൽ നിന്നും കൂടുകളിൽ നിന്നൊക്കെ പുറത്തു വന്നുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടി അവിടെ നിൽക്കും. കാരണം പേടിച്ചുകൊണ്ട്. വേറൊരു കാര്യത്തിലും അവർക്ക് ചിന്തയില്ല. എല്ലാവരും അവിടെ സിംഹമുണ്ടാവും, കടുവയുണ്ടാവും, നരഭോജികളായ മൃഗങ്ങളുണ്ട്, മറ്റു മൃഗങ്ങളെ കടിച്ച് തിന്ന് വിഷപ്പടക്കുന്ന മൃഗങ്ങളുണ്ട്. ആരും ആരെയും ആക്രമിക്കില്ല. അത്രയും പേടിയുള്ള ദിവസമായിട്ടാണ്. യൗമുർ റഹീൽ, ഭീകരമായ ദിവസമാണെന്ന്. ആ ദിവസത്തിൽ അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കും. കാരണം ഈ സംഭവിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് അതെല്ലാം കണ്ടറിയാനുള്ള കഴിവുണ്ട് ഈ മൃഗങ്ങൾക്ക്. അപ്പോൾ അങ്ങനെ പെയ്തൽ വഹൂഷു ഹുഷറത്ത്, കാട്ടുമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം. അൽ വഹൂഷു ജുമിഅത്ത് മിൻ ഔകാരിഹ വജ്ഹാരിഹ, അതിൻ്റെ കൂടുകളിൽ നിന്നും അതിൻ്റെ മാളങ്ങളിൽ നിന്നും, അജ്ഹാർ ദാഹിലത്തൻ അശ്രദ്ധരായിക്കൊണ്ട് ശുദ്ധത്തിൽ ഫസായി, പേടിയുടെ ശക്തിയാൽ അവർ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അശ്രദ്ധരായിക്കൊണ്ട് ഈ ഇവിടെ നടക്കുന്ന സംഭവങ്ങളിൽ പേടിച്ചുകൊണ്ട് അവരെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കും. പർവ്വതങ്ങൾ തീപിടിക്കുക, സമുദ്രങ്ങൾക്ക് തീപിടിക്കുക, തീപിടിച്ച് അത് കത്തിജ്വലിക്കുക, അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. ഇദൽ ബിഹാറു സുജിറത്ത് തഅജ്ജജത് നാറൻ വസാറത് നീറാന, അത് തീയായി രൂപപ്പെടും. കടല് കത്താന്ന് പറയില്ലേ, കടല് കത്താന്ന് പറയുന്നത് അത് ശരിക്കും സംഭവിക്കും ഖിയാമത്ത് നാളിൽ. അതിന് ചില സയൻറ്റിഫിക് ആയിട്ടുള്ള ചില കാരണങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കത്താനുള്ള. അത് ഏത് നിലയിലായാലും കത്തും എന്നുള്ളതിൽ തർക്കമില്ല. അതെന്ത് കാരണമാണേലും ഹൈഡ്രജൻ ഓക്സിജനും കൂടിയതാണല്ലോ വെള്ളം എന്ന് പറയുന്നത്, സമുദ്രത്തിലുള്ള വെള്ളം. ഇതിൽ ഈ ഹൈഡ്രജനും ഓക്സിജനും രണ്ടും ഉണ്ടായി വന്നാൽ അവിടെ തീപിടിക്കും. ഹൈഡ്രജൻ ഏറ്റവും പെട്ടെന്ന് തീപിടിക്കുന്ന സാധനമാണല്ലോ. അപ്പം അങ്ങനെയൊക്കെ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും തീപിടിക്കും, കടലിന് തീപിടിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. കത്തി ജ്വലിക്കും ഈ തീനാളങ്ങൾ. സാറത്ത് നീറാന തൽത്തരിബു തൽത്തഹിബ്, ആളിക്കത്തുന്ന അഗ്നിഗോളങ്ങളായി മാറും എന്ത് സമുദ്രം.
വെള്ളം. അപ്പോൾ 7-ാമത്തെ ആയത്ത് ആത്മാവുകള് ഇണയാക്കപ്പെടുക. ആത്മാവുകള് എന്ന് പറഞ്ഞാൽ നുഫൂസ് കുഴിനത്ത്. നുഫൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മാവ് എന്നുള്ള അർത്ഥം. സുവിജത്ത് എന്ന് പറഞ്ഞാൽ അതിന് പേര് ജോഡിയാക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അന്നുഫൂസ് കുഴിനത്ത് ബിഅശ്ബാഹിഹ. പിന്നെ ഈ ആത്മാവുകള് അതിനോട് ചേർക്കപ്പെടും ബിഅശ്ബാഹിഹ, അതിന്റെ പ്രതിരൂപങ്ങള് എന്ന് പറഞ്ഞാൽ ഫകുരിനൽ ഫാജിറു. അപ്പോൾ ഒരു ഫാജിറായ ഒരു മനുഷ്യന് ബിൽ ഫാജിരി ഫാജിറിനോട്ട് കൂടെ ആയിരിക്കും. സാലിഹായ ഒരു മനുഷ്യൻ സാലിഹിന്റെ കൂടെ ആയിരിക്കും. ഇങ്ങനെ പ്രതിരൂപങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുക. അതാണ് ഇത് നുഫൂസ് സുവിജത്ത്. ആത്മാവുകൾ അതിൻ്റെ അതേ നിലയിലുള്ള കൗണ്ടർ പാർട്സ് എന്ന് പറയാം, പ്രതിരൂപങ്ങൾ. അവര് അതേ നിലയിലുള്ള ഓരോരുത്തരും തുണക്കാര് ആരായിരിക്കും? ഒരു കുറ്റവാളിക്ക് കുറ്റവാളിയെ കിട്ടും, ഒരു സാലിഹായ ഒരു മുത്തഖിയായ മനുഷ്യന് കിട്ടും. ഇത് ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ സംഭവിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഒരു സാലിഹിന് അവിടെ കുറ്റവാളിയെ കിട്ടില്ല, കുറ്റവാളിക്ക് സാലിഹിനും കിട്ടില്ല. സാലിഹിന് സാലിഹ്, കുറ്റവാളിക്ക് കുറ്റവാളി. ഇതാണ് തമ്മാടിക്ക് തമ്മാടി. ഇങ്ങനെയാണ് അവിടെ ഉണ്ടാവുന്ന ഓരോരുത്തരെയും പ്രതിരൂപങ്ങൾ. ആരാണോ അവർക്ക് അതേ രീതിയിലുള്ളവര്. ഇത് ഖിയാമത്ത് നാളിന്റെ പ്രത്യേകത. വൈദൽ മൗഊദത്തു സുഇലത്ത്. വൈദൽ മൗഊദത്തു, ജീവനോട് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി. ആ സുഇലത്ത്, അവളോട് ചോദിക്കപ്പെടും. ബി അയ്യിദംബിൻ ഖുതിലത്ത്, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിന്നെ അവർ വധിച്ചത് എന്ന് ചോദിക്കപ്പെടുന്ന ദിവസം. അങ്ങനെ ചോദിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളില്. അതായത് മുമ്പുള്ള അറബികൾക്കൊരു പതിവുണ്ടായിരുന്നു, പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ അവര് ഉള്ള സദസ്സിൽ നിന്ന് വൈദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസ ദല്ല വജൂഹുഹു മുസ്വദ്ദൻ വഹുവ കദീം. അവൻ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ട് നിന്റെ ഭാര്യ പ്രസവിച്ചുട്ടോ, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞു കേട്ടാൽ അവന് അവിടെ നിന്ന് എഴുന്നേറ്റ്, മുഖം കറുത്തിരുണ്ട്, അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ മാറി മറയുന്ന ആ സദസ്സിൽ നിന്ന്. അത്രയും മോശമായിട്ട് കണക്കാക്കിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ പെൺകുട്ടികളെ ജീവനോടെ, ആ പെൺകുട്ടിയെ ജീവൻ അവസാനിപ്പിച്ചിട്ടല്ല കുഴിച്ചു മൂടുന്നത്, ജീവനോടെ കുഴിയിലിട്ട് മണ്ണിട്ട് മൂടും. ഇങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം, അങ്ങനെയുള്ള ഒരു നിലപാടായിരുന്നു അറബികൾക്കുണ്ടായിരുന്നത്. അപ്പോൾ അവരോട് ഈ എല്ലാവരും മേശറയിലുണ്ടാവുമല്ലോ, ഈ കുട്ടികളുണ്ടാവും. ഈ കുട്ടിയോട് ചോദിക്കുകയാണ് അല്ലാഹു തആല, മോളെ നിന്നെ എന്തിനാണ് അവരന്ന് ഇങ്ങനെ കുഴിച്ചു മൂടിയത്, ജീവനത്തോടെ കുഴിച്ചു മൂടിയത് എന്തിനായെന്ന്. ഈ കുഴിച്ചു മൂടിയ ആളുകള് ഈ പെൺകുട്ടിയെ കൊന്ന ആളുകളെ പേടിപ്പിക്കലാണ് ഉദ്ദേശം. ഈ ചോദ്യം കേട്ട് കഴിഞ്ഞാൽ അവന്റെ കാര്യമൊക്കെ പോക്കാം. കാരണം എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നുള്ളത് എന്നെ സൂചിപ്പിക്കുന്ന ഈ ചോദ്യമാണ് ഈ കുട്ടിയോട് ചോദിക്കുന്നത്. കുട്ടിക്കല്ല, ഈ കുട്ടിയെ ഇങ്ങനെ കുഴിച്ചു മൂടിയ ആളുകൾക്ക്. അത് അവരെ പേടിപ്പിക്കലാണ് അതുകൊണ്ട് ഉദ്ദേശം. ഇതൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത് അൽ ബിന്തുല്ലത്തി ദുഫിനത്ത് ഹയ്യത്തൻ. ജീവനുള്ള നിലയ്ക്ക് കുഴിച്ചു മൂടപ്പെട്ട പെൺകുട്ടി. സുഇലത്ത്, അവളോട് ചോദിക്കപ്പെടും. തൗബീഖൻ, പേടിപ്പിക്കാൻ വേണ്ടി. ലിഖാതിലിഹ, അതിനെ വധിച്ചയാളെ പേടിപ്പിക്കാൻ വേണ്ടി. എന്താ ചോദിക്കുന്നത്? മാ ഹുവ ദംബുഹ ഹത്താ ഖുതിലത്ത്, അവൾ വധിക്കപ്പെടാൻ അവൾ ചെയ്ത തെറ്റ് എന്താണെന്ന് അവിടെ വെച്ച് ചോദിക്കുമല്ലോ. പിന്നെ 10-ാമത്തെ ആയത്ത് വൈദ സുഹുഫു നുശിറത്ത്, കർമ്മരേഖകൾ അടങ്ങിയ ഏടുകൾ അവിടെ നിവർത്തി കാണിക്കപ്പെടും. ഇത സുഹുഫു, ഏടുകൾ, കർമ്മരേഖയുടെ ഏടുകൾ.
കർമ്മരേഖകൾ, കർമ്മങ്ങൾ, ഓരോരുത്തരുടെ ഹൈറും ഷർറും പ്രവർത്തിച്ച കർമ്മങ്ങളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം അവിടെ റെക്കോർഡാക്കിയിട്ട് അവിടെ ആഖിറത്തിൽ ഹിസാബിന് വേണ്ടിയിട്ട് അതിനെ ഹാജരാക്കപ്പെടും. അതിപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ഉദയൽ കിതാബ് തറമുജനമീനമശ്വത്തിന എന്ന്. ആ കർമ്മരേഖയാണ് ഉദ്ദേശിക്കുന്നത്. സുഹഫ്, സുഹഫ്, വേദ സുഹഫു, ഏടുകൾ, നുഷറത്ത്, അതിനെ നിവർത്തി വെക്കപ്പെടും. കാരണം ഓരോരുത്തരും പ്രവർത്തിച്ച ഹൈറും ഷെറുമായ കാര്യങ്ങൾ റെക്കോർഡാക്കിയ ആ കർമ്മരേഖകൾ അത് അവിടെ നിവർത്തി വെക്കപ്പെടുന്നത് എന്തിനാ? ഹിസാബിന് വേണ്ടി. ഇത് വെച്ചുകൊണ്ടാ വിചാരണ നടത്തുക. അപ്പൊ എന്തെല്ലാം രംഗങ്ങളാണ് ഇത്! ഈ 10 ആയത്തിൽ ഒതുക്കുകയാണ്. ബാക്കിയുള്ള ഇത് ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ നമുക്ക് പറയാം. ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ആയത്തുകളെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഒരു വീഡിയോയും കൂടി എടുക്കാനുണ്ട്. അത് കഴിഞ്ഞാലാണ് ഈ സൂറത്ത് അവസാനിക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് അത് അടുത്ത് തന്നെ എടുക്കാം. ഇദസ്സോഫ് നുശ്റത്ത് വരെയാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തെല്ലാം പറഞ്ഞു? ഇദശംസു കുബിറത്ത്, വൈദൻ നുജൂമു കതറത്ത്, വൈദൽ ജിബാലു സുയ്യിറത്ത്, വൈദൽ ഇശാറു ഉത്തിലത്ത്, വൈദൽ വുഹൂശു ഹുശിറത്ത്, വൈദൽ ബിഹാറു സുജ്ജിറത്ത്, വൈദൽ നുഫൂസു സുവ്വിജത്ത്, വൈദൽ മൗഊദത്തു സുഇലത്ത് ബിഅയ്യി ദംബിൻ ഖുതിലത്ത്, വൈദൽ സുഹുഫു നുശിറത്ത്, إذا السماء كشطت, وإذا الجحيم سعرت, إذا الجنة أزلفت എന്ന്. ഇനി അങ്ങനെ 11-ാമത്തെ ആയത്ത് ആണ് ഇദാ സമാഉ കുശിത്തത്. ഇൻഷാ അല്ലാഹ് അത് അടുത്ത വീഡിയോയിൽ എടുക്കാം. 10 ആയത്തുകളാണ് ഇപ്പോൾ എടുത്തത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എന്നുള്ളത് വിനയപൂർവ്വം നിങ്ങളോട് പറയുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.